നമസ്കാരം. ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. ഗാസയിലെ നസറത്തിൽ ഇസ്രായേലിൻ്റെ വ്യോമസേനയും കരസേനയും ഒരേ സമയമാണ് തീവ്രവാദികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം തെരച്ചിലും ശക്തമാക്കിയിരുന്നു. നസറത്ത് മേഖല പൊതുവെ തീവ്രവാദികളുടെ ഒരു ശക്തികേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നത്. ഈ മേഖലയിലെ ഭൂഗർഭ അറകളിൽ നിന്ന് ചില ഹമാസ് തീവ്രവാദികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇസ്രായേൽ സൈന്യം അവരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലിൻ്റെ വ്യോമസേനയും കരസേനയും ശക്തമായ തോതിലാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇസ്രായേലിൻ്റെ അടിയന്തര വാർ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഇറാൻ ഉയർത്തിയ ഭീഷണി എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചും ഈ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇറാൻ നിരവധി തവണ ഇസ്രായേൽ തങ്ങൾ ആക്രമിക്കുമെന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ ആക്രമണം നടത്തിയാൽ അതിനെ നേരിടേണ്ട തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലെ ഇസ്രായേൽ സൈനിക ഇടപെടലിനെ എതിർക്കുമ്പോഴും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനെത്തിയാൽ തങ്ങൾ ഇസ്രായേലിനൊപ്പമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസിനെ പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പരമോന്നത നേതാക്കളിൽ ഒരാളായ ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തെ ഇവർ ബോംബാക്രമണത്തിലൂടെ തകർത്തത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഹനിയയുടെ കുടുംബത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. ഇസ്രായേലാകട്ടെ അവരുടെ ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ നേതാക്കളെ വകവരുത്തുന്നത്. കൃത്യമായി അവരുടെ യാത്രാപഥം മുൻകൂട്ടി കണ്ട് അതിനെ ട്രാക്ക് ചെയ്താണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ പല നേതാക്കളും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തിന് നേർക്കും ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇസ്മായിൽ ഹനിയാകട്ടെ ഇതും കൊണ്ട് തളരില്ലെന്നും പോരാട്ടം തുടരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് സംശയകരമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പ്രധാനപ്പെട്ട യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ സൈന്യം പിടികൂടാം അല്ലെങ്കിൽ വധിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ജനവാസ മേഖലയിൽ അവർക്കൊപ്പം ഏതോ വീട്ടിൽ ഒളിവിൽ കഴിയുന്ന യാഹ്യ സിൻവറിനെയും എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. ഏതായാലും ഇന്നത്തെ വാർ ക്യാബിനറ്റിന് ശേഷം ശക്തമായ പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്.